കേരളത്തെ നാളെ സംസ്ഥാന സർക്കാർ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കും. എന്തടിസ്ഥാനത്തിലാണ് സർക്കാർ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുന്നതെന്നൊരു ചോദ്യം നാല് വശത്തു നിന്നും ഉയരുന്നുണ്ട്. അതിദാരിദ്ര്യരെ കണ്ടെത്തിയ ആധികാരിക പഠന റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് സാമ്പത്തിക വിദഗ്ധരും സാമൂഹിക പ്രവർത്തകരും തുറന്ന കത്തെഴുതി. കത്തിന്റെ തലക്കെട്ടിനെ കുറിച്ച് എടുത്തു പറയേണ്ടതാണ്. അതിദാരിദ്ര്യമുക്ത കേരളമോ അതോ അഗതിമുക്ത കേരളമോ എന്ന തലക്കെട്ടിലാണ് കത്ത്. ഈ ചോദ്യത്തിന് ഇന്ന് തദ്ദേശ സ്വയംഭരണ മന്ത്രിയായ MP രാജേഷ് മറുപടി നൽകുന്നുണ്ട്. ഒരു ഉടമ്പടികൾ എന്ന് പറയുന്ന ചില ചോദ്യങ്ങൾ ശ്രദ്ധയപ്പെടുകയുണ്ടായി. അവര് കുറെ ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ആ ചോദ്യങ്ങളെല്ലാം കണ്ടപ്പോ യഥാർത്ഥത്തിൽ അത്ഭുതമാണ് തോന്നിയത്. കാരണം ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ഗവൺമെന്റ് കേരളം അതിദാരിദ്ര്യമുക്തമായി എന്ന് പ്രഖ്യാപിക്കുകയല്ല ചെയ്തത്. ഉറക്കത്തിലേക്ക് ഞെട്ടിയോർന്ന് കേരളം അതിദാരിദ്ര്യമുക്തമായിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയല്ല ഉണ്ടായത്. 2021 തുടർച്ചയായി രണ്ടാമതും അധികാരത്തിലെത്തിയ ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അവിടെ നിന്ന് നേരെ സെക്രട്ടേറിയറ്റിലെത്തി ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിലെടുത്ത ഒന്നാമത്തെ തീരുമാനമായിരുന്നു ഇത്. അത് അന്ന് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിലൂടെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ മന്ത്രിസഭാ യോഗം എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഇതാണ് എന്നും 2025 നവംബർ 1 ആവുമ്പോഴേക്കും ലക്ഷ്യം കൈവരിക്കലാണ് ഉദ്ദേശിക്കുന്നത് എന്നും അന്ന് പ്രഖ്യാപിച്ചതാണ്. അതിനുശേഷം 16/7/2021 ഗവൺമെന്റ് ഇത് സംബന്ധിച്ച വിശദമായ ഒരു മാർഗരേഖ പുറത്തിറക്കുകയുണ്ടായി. 19 പേജുള്ള ആ മാർഗരേഖ വായിച്ചിരുന്നെങ്കിൽ ഈ കത്തിലുള്ള ഒരു ചോദ്യം പോലും ചോദിക്കുമായിരുന്നില്ല. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഈ ബേസിക് ഡോക്യുമെന്റ് പോലും അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രക്രിയ എങ്ങനെയാണ്, അതിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം ഒരു സംശയത്തിനും ഇടയില്ലാതെ വിശദീകരിക്കുന്ന ഈ രേഖ പബ്ലിക് ഡൊമൈനിലുണ്ട്, വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇപ്പോഴല്ല, 2021 ജൂലൈ 16 മുതൽ അത് ലഭ്യമാണ്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്, ആരാണ് അതിദരിദ്രർ? ഇതിൽ കൃത്യമായിട്ട് നിർവചിച്ചിട്ടുണ്ട്. അതിജീവനത്തിന് ആവശ്യമായ അടിസ്ഥാന ഘടകങ്ങളായ ഭക്ഷണം, ആരോഗ്യം, വസ്ത്രം, സുരക്ഷിത വാസസ്ഥലം, അടിസ്ഥാന വരുമാനം, ഇതൊന്നുമില്ലാത്ത വിഭാഗങ്ങളാണ് അതിദരിദ്രരായി കണ്ടിട്ടുള്ളത്. അതിതീവ്ര ക്ലേശ ഘടകങ്ങളുള്ളവർ. ക്ലേശഘടകങ്ങൾ ഈ ജില്ലയിൽ തന്നെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതെല്ലാമാണ് ക്ലേശഘടകങ്ങൾ? 2 വിഭാഗമായി തിരിച്ചിട്ടുണ്ട്. അതിതീവ്ര ക്ലേശഘടകങ്ങളും തീവ്ര ക്ലേശഘടകങ്ങളും. അതിതീവ്ര ക്ലേശഘടകം ഒന്നുള്ളവരെല്ലാം അതിദരിദ്രരായിട്ട് വരും. തീവ്ര ക്ലേശഘടകങ്ങൾ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ, 2 ഉണ്ടെങ്കിൽ അതൊരു അതിതീവ്ര ക്ലേശഘടകമായി പരിഗണിച്ച് അവരും ഇതിനകത്ത് വരുന്നുണ്ട്. ഇതുവരെ ഒരു സർക്കാർ പദ്ധതിയുടെയും ഗുണഭോക്താക്കളായി മാറിയിട്ടില്ലാത്തവരാണ് ഈ അതിദരിദ്ര പട്ടികയിൽ വരുന്നത്. സർക്കാർ പ്രധാനമായിട്ടും കണ്ട കാര്യം അതായിരുന്നു. ഇതുവരെ നടപ്പാക്കിയ ഒരു സർക്കാർ പദ്ധതികളുടെയും ക്ഷേമ പദ്ധതികളുടെയും ആനുകൂല്യം ലഭിച്ചിട്ടില്ലാത്ത, എല്ലാത്തിന്റെയും പുറത്തു നിൽക്കുന്ന ഏറ്റവും നിരാശ്രയരായ, നിരാലംബരായ വിഭാഗങ്ങൾ, അതായത് സാധാരണ പറയും നോൺ എക്സിസ്റ്റന്റ് ഗ്രൂപ്പ് എന്ന്. അവരെ റേഷൻ കാർഡ്, ആധാർ, ഇതൊന്നുമില്ലാത്ത, തിരിച്ചറിയാൻ ഐഡന്റിറ്റി വ്യക്തമാക്കുന്ന രേഖകൾ പോലും ഇല്ലാത്ത ആളുകൾ, അവരെ അതിദരിദ്രരായിട്ട് കണ്ടത്, നിർവചിച്ചത്. സദൃശരായിട്ടുള്ള ആളുകൾ എന്ന് നമുക്ക് പറയാം. ജീവിച്ചിരിപ്പുണ്ട്, രേഖയില്ല, ആധാറില്ല, റേഷൻ കാർഡില്ല, തങ്ങൾ എന്തും തെളിയിക്കുന്ന ഒരു രേഖയും ഇല്ലാത്ത ഏറ്റവും നിസ്സഹായരായ മനുഷ്യർ. അവർക്ക് അതിജീവിക്കണമെങ്കിൽ സർക്കാരിന്റെയും സമൂഹത്തിന്റെയും പിന്തുണ കൊണ്ട് മാത്രമേ കഴിയൂ. ഇപ്പോ
പല മാധ്യമ പ്രവർത്തകരും വളരെ ഗൗരവമായിട്ട് കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്ന പലരും ഇത്തരം ഗുണഭോക്താക്കളുടെ വീടുകൾ അന്വേഷിച്ചു പോയ ശേഷം ആ അനുഭവങ്ങൾ ഞങ്ങളോട് പറയുണ്ടായി. എന്നോട് നേരിട്ട് പറഞ്ഞവരുണ്ട്, ഇങ്ങനെയൊരു പദ്ധതി ഇല്ലായിരുന്നെങ്കിൽ അവർക്ക് ജീവിക്കാൻ മുന്നോട്ട് പോകാൻ കഴിയില്ലായിരുന്നു എന്നത് അവർ പലരും അത് റിപ്പോർട്ട് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതാണ് അതിദാരിദ്ര്യം എന്നതുകൊണ്ട് നിർവചിച്ചത്. ഈ കത്തിൽ ഒരു വലിയ കൺഫ്യൂഷൻ ഉള്ളതായിട്ടാണ്, വിദഗ്ധർക്ക് ഒരു കൺഫ്യൂഷൻ ഉള്ളതായിട്ടാണ് തോന്നുന്നത്. അത് അതിദാരിദ്ര്യവും ദാരിദ്ര്യവും തമ്മിലുള്ള വ്യത്യാസമാണ്. അതായത് കത്തിൽ ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യം, 2021 ജൂലൈ മുതൽ തുടർന്നു വന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിലൂടെ ദാരിദ്ര്യമുക്തമാക്കി എന്നാണ് സർക്കാരിന്റെ അവകാശവാദം. അതല്ല സർക്കാരിന്റെ അവകാശവാദം. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിലൂടെ അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തു എന്നതാണ്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ട് ദാരിദ്ര്യമുള്ളവരുണ്ടാവും. പക്ഷെ അവർക്കും വരുമാനം, തൊഴിൽ ശേഷി എന്നിവയൊക്കെ വെച്ച് ചുരുങ്ങിയ നിലയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തവരാണ് അതിദരിദ്രരായിട്ടുള്ള ആളുകൾ. അടിസ്ഥാന സേവനങ്ങൾ പോലും ലഭിക്കാത്തവർ, അടിസ്ഥാന രേഖകൾ പോലും ഇല്ലാത്തവർ, അവരെ അതിൽ നിന്ന് രക്ഷിക്കുക എന്നതായിരുന്നു ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഉദ്ദേശം. ഞാൻ ആ ക്ലേശഘടകങ്ങൾ, തീവ്ര ക്ലേശഘടകങ്ങൾ മുഴുവൻ വളരെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളായാലും മുഴുവൻ ഇപ്പോൾ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. പിന്നെ ഞാൻ അത്ഭുതപ്പെടുന്ന കാര്യം, ജിയോ അയച്ചിട്ടില്ല എന്നത് പോട്ടെ, എന്താണ് അധികാരികൾക്ക് നിർവഹിച്ചത് എന്ന കാര്യം, അക്കാര്യത്തിൽ അവര് ഒരു വ്യക്തതയുള്ളതായിട്ട് ആ കത്ത് കണ്ടപ്പോൾ തോന്നിയില്ല. ഇനി ഇതിനെ സ്വീകരിച്ച പ്രക്രിയ എന്താണ്, അതും വിശദമായി തന്നെ ജിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സർക്കാർ ആരെയും അറിയിക്കാതെ ഒരു പ്രഖ്യാപനം നടത്തി. ചോദ്യം ചോദിക്കുന്നത് എങ്ങനെയാണ് ഇവരെ കണ്ടെത്തിയത്, എന്ത് ഡേറ്റയാണ് ഇതിന് ഉപയോഗിച്ചത്, എന്ത് പഠനമാണ് നടത്തിയത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഒന്ന്, മാർഗരേഖ. ഞാൻ നേരത്തെ പറഞ്ഞു മാർഗരേഖ. ഇത് അതിദരിദ്രരെ കണ്ടെത്താൻ ഉള്ള പ്രക്രിയ വിശദീകരിക്കുന്ന കൈപ്പുസ്തകം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ പ്രസിദ്ധീകരിച്ചതാണ് ഈ കൈപ്പുസ്തകം. ആ കൈപ്പുസ്തകത്തിന്റെ അധ്യായം 3 കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് അതിദരിദ്രരെ കണ്ടെത്തുന്ന പ്രക്രിയ എന്നത് കൃത്യമായി തന്നെ അതിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുക, സാധാരണക്കാരെന്ന് പറയുന്നത് ഇതെല്ലാം പൊതുമണ്ഡലത്തിൽ ലഭ്യമായതും ഒക്കെ ആയതുകൊണ്ട് ഇവർ കാണും എന്നുള്ളതല്ലേ, ഇവരത് വായിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണല്ലോ പ്രതീക്ഷിക്കുക. ഇനി ഈ പ്രക്രിയയിലൂടെ എങ്ങനെയാണ് ഇവരെ കണ്ടെത്തിയത്? 4 ലക്ഷം പേർക്കാണ് കില പരിശീലനം കൊടുത്തത്. അതിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുണ്ട്, സാമൂഹിക സംഘടനകളുടെ പ്രതിനിധികളുണ്ട്, ഇങ്ങനെ വിവിധ വിഭാഗം കുടുംബശ്രീയുടെ പ്രതിനിധികളുണ്ട്. ഇതിലൂടെയൊക്കെയാണ് ഇവരെല്ലാം അടങ്ങുന്ന 4 ലക്ഷം പേർക്കാണ് പരിശീലനം കൊടുത്തത്. ഈ പരിശീലനങ്ങളെല്ലാം നാട്ടിലാകെ നടന്നതാണ്. അന്നും ഇത് സംബന്ധിച്ച വാർത്തകളെല്ലാം വന്നിട്ടുണ്ട്. അന്നത്തെ തദ്ദേശ മന്ത്രിയായിരുന്ന ശ്രീ എം വി ഗോവിന്ദൻ ഇത് സംബന്ധിച്ച് നിരന്തരമായിട്ട് പറയുകയും ഗോവിന്ദ മാഷ് ഇക്കാര്യങ്ങൾ പറയുകയും അതുപോലെ പ്രസ്താവനകൾ നടത്തുകയൊക്കെ ചെയ്തിരുന്നു. പത്രങ്ങളിലൊക്കെ ഇത് വന്നുകൊണ്ടിരുന്ന കാര്യമാണ്, എന്ത് പ്രക്രിയയാണ് സ്വീകരിക്കുന്നത് എന്ന കാര്യം. മന്ത്രി ഈ മറുപടി നൽകുന്നതിനിടയിലും മന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിച്ചത് CPM അനുഭാവികൾ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. കേന്ദ്ര സർക്കാർ പദ്ധതികൾ പേരുമാറ്റി ഉപയോഗിച്ചിട്ടാണ് സർക്കാർ ഈ നേട്ടം സ്വന്തമാക്കിയതെന്നാണ് BJP ആരോപിക്കുന്നത്. ആ സമയത്താണ് ഇടതുപക്ഷ അനുഭാവികൾ ഈ പദ്ധതിയുടെ സാധ്യത ചോദ്യം ചെയ്യുന്നത്.